കളിക്കാരനായും കോച്ചായും സന്തോഷ് ട്രോഫി നേടിയ മിന്നും താരം. കേരള ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായ ഫോർട്ട് കൊച്ചി തൊണ്ടുപറമ്പിൽ ടി.എ. ജാഫർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്നലെയാണ് അന്ത്യം സംഭവിച്ചത്. 1973 ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റനും 92-ലും 93-ലും ചാമ്പ്യന്മാരായ കേരളത്തിന്റെ കോച്ചുമായിരുന്നു ടി.എ. ജാഫർ. 1973-ൽ കേരള ടീം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയപ്പോൾ ടി.കെ.എസ്. മണി നയിച്ച ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു ടി.എ. ജാഫർ. 1973 ഡിസംബർ 27-നാണ് കൊച്ചി മഹാരാജാസ് ഗ്രൗണ്ടിൽ റെയിൽവേസിനെ തോൽപ്പിച്ച് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി സ്വന്തമാക്കിയത്. ആ നേട്ടത്തിന്റെ 50-ാം വാർഷികാഘോഷങ്ങൾ നടക്കുമ്പോഴാണ് ജാഫറിന്റെ മരണം. കേരളത്തിലെ എണ്ണം പറഞ്ഞ ടൂർണമെന്റുകളിൽ മിന്നുന്ന പ്രകടനം നടത്തി കളി ആരാധകരുടെ ഹൃദയത്തിൽ ചേക്കേറിയ താരമാണ് ജാഫർ. പരിശീലകനായും തിളങ്ങി. 1988-ലാണ് കേരള സ്പോർട്സ് കൗൺസിലിൽ പരിശീലകനായി ചേർന്നത്. I.M. വിജയനും ജോപോൾ അഞ്ചേരിയും പാപ്പച്ചനും ഇഗ്നേഷ്യസും ഒക്കെ കളിച്ച 90കളുടെ തുടക്കത്തിൽ പരിശീലകനായി ഇറങ്ങി കേരളത്തെ സന്തോഷ് ട്രോഫിയിൽ ചാമ്പ്യന്മാരാക്കി ചരിത്രമെഴുതി. ഫോർട്ട് കൊച്ചിയിലെ യങ്സ്റ്റേഴ്സ് സ്പോർട്സ് ക്ലബിൽ കളിച്ചായിരുന്നു ടി.എ. ജാഫറിന്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത്. 1963-ലാണ് ആദ്യമായി ടീമിൽ കളിച്ചത്. അവിടെ നിന്ന് FA സിറ്റിക്ക് വേണ്ടിയും പിന്നീട് ദീർഘകാലം പ്രീമിയറിന് വേണ്ടിയും ബൂട്ടണിഞ്ഞു. 1969-ലാണ് കേരള ടീമിനായി ആദ്യമായി ജേഴ്സി അണിഞ്ഞ് കളത്തിലിറങ്ങിയത്. 1975 വരെ കേരളത്തിനായി കളിച്ചു. 1984 വരെ പ്രീമിയറിലും കളിച്ചു. പിന്നീട് തന്റെ 44-ാം വയസ്സിൽ സ്പോർട്സ് കൗൺസിലിൽ ചേർന്നതോടെ ജാഫർ പൂർണ്ണമായും പരിശീലനത്തിലേക്ക് തിരിഞ്ഞു. പരിശീലകനായ ജാഫർ മികച്ചൊരു കേരള ടീമിനെ സൃഷ്ടിച്ചു. VP സത്യനും ഷറഫലിയും I.M. വിജയനും KT ചാക്കോയും CV പാപ്പച്ചനും അടക്കമുള്ള കേരള താരങ്ങൾ ഈ സമയം ദേശീയ ഫുട്ബോളിലെ സൂപ്പർ ഹീറോകളായിരുന്നു. കേരള പോലീസിലെ മികവിനെ കണ്ടെത്തി മികച്ച സന്തോഷ് ട്രോഫി ടീമുണ്ടാക്കി. ജോപോൾ അഞ്ചേരിയുടെ പുതിയ തലമുറയെയും കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചത് ജാഫറാണ്. കേരള ഫുട്ബോളിന്റെ ആ സുവർണകാല ശില്പിയാണ് കോച്ച് ജാഫർ.